ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ ക്വിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മറി ട്രയലിനെ കുറിച്ചാണ്. എന്താണ് സമ്മറി ട്രയൽ? ഇനി എവിടെയാണ് സമ്മറി ട്രയലിനെ പറ്റി പറയുന്നതെന്ന് നോക്കാം. നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ചാപ്റ്റർ 21 സമ്മറി ട്രയലിനെ പറ്റി പറയുന്നത്. ഓൾഡ് CRPC പ്രകാരവും ചാപ്റ്റർ 21 തന്നെയായിരുന്നു സമ്മറി ട്രയലിനെ പറ്റി പറഞ്ഞിരുന്നത്. എന്താണ് ട്രയൽ? ദ ടേം ട്രയൽ ഈസ് നോട്ട് സ്പെസിഫിക്കലി ഡിഫൈൻഡ് അണ്ടർ ക്രിമിനൽ ലോ. ഹൗവർ, determining whether a proceedings amount to a trial is essential for the proper adjudication of a case. Under Indian criminal law, different types of trials are recognized depending on the nature and gravity of the offense. ട്രയൽ എന്ന് പറയുന്ന വേർഡ് ക്രിമിനൽ ലോയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ ട്രയൽ എന്ന് പറയുന്നത് ഒരു കേസിൻ്റെ പ്രോപ്പറായ അഡ്ജൂഡിക്കേഷന് വേണ്ടിയിട്ട് എസെൻഷ്യലായ ഒരു ഘടകമാണ്. ഒരു കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റിയും അതിൻ്റെ സ്വഭാവവും അനുസരിച്ച് ആ കുറ്റകൃത്യത്തിന് ഏത് ടൈപ്പ് ട്രയലാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മുടെ ക്രിമിനൽ ലോ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമൻസ് ട്രയലുണ്ട്, സമ്മറി ട്രയലുണ്ട്, വാറണ്ട് ട്രയലുണ്ട്, സെഷൻസ് ട്രയലുണ്ട്. ഇതാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രയൽ എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 283 മുതൽ 288 വരെയാണ് സമ്മറി ട്രയലിനെ പറ്റി പറയുന്നത്. ഓൾഡ് CRPC പ്രകാരം സെക്ഷൻ 260 മുതൽ 265 വരെയാണ് സമ്മറി ട്രയലിനെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ക്യാൻ കണ്ടക്ട് സമ്മറി ട്രയൽസ്? ആർക്കാണ് സമ്മറി ട്രയൽ നടത്താനുള്ള അവകാശം അധികാരവും ഉള്ളത്? എനി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് സ്പെഷ്യലി എംപവേർഡ് ബൈ ദി ഹൈക്കോർട്ട്. ഇവർക്ക് 3 പേർക്കുമാണ് സമ്മറി ട്രയൽ നടത്താനുള്ള അധികാരം ഉള്ളത്. ഏതൊക്കെ ഒഫൻസുകൾക്കാണ് സമ്മറി ട്രയൽ നടത്താറുള്ളത് എന്ന് നോക്കാം. വാട്ട് ആർ ദ ഒഫൻസസ് ട്രയബിൾ സമ്മറലി? ഫസ്റ്റ് വൺ, തെഫ്റ്റ്. when the value of property stolen does not exceed 20,000 rupees. തെഫ്റ്റ് ആണെങ്കിൽ ആ മോഷ്ടിച്ച വസ്തുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20,000 രൂപയിൽ കൂടാൻ പാടുള്ളതല്ല. 20,000 രൂപയ്ക്ക് അകത്ത് വരെയുള്ള മോഷണങ്ങൾക്ക് സമ്മറി ട്രയൽ നടത്താവുന്നതാണ്. സെക്കൻഡ് വൺ, റിസീവിംഗ് ഓർ റീറ്റെയിനിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി when the value of property does not exceed 20,000 rupees. ഒരു തെഫ്റ്റ് നടത്തി തെഫ്റ്റിന് ശേഷം ആ സ്റ്റോളൻ പ്രോപ്പർട്ടി, ആ മോഷണ വസ്തു റിസീവ് ചെയ്യുകയോ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യുകയോ അത് കയ്യിൽ നിലനിർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ മോഷ്ടിച്ച സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 20,000 രൂപയിൽ താഴെയും ആയിരിക്കണം. അത്തരം സംഭവങ്ങൾക്ക് നമ്മൾ സമ്മറി ട്രയൽ ആയിരിക്കും നടത്തുന്നത്. തേർഡ് വൺ, അസിസ്റ്റിംഗ് ഇൻ ദ കൺസീൽമെൻറ്റ് ഓർ ഡിസ്പോസൽ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി വെൻ ദ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഡസ് നോട്ട് എക്സീഡ് 20,000 rupees. ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി കൺസീൽ ചെയ്യുവാനായിട്ടും ഡിസ്പോസ് ചെയ്യുവാനായിട്ടും അസിസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ കൺസീൽ ചെയ്ത പ്രോപ്പർട്ടിയുടെയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തതോ ആയ സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20,000 rupees കൂടാൻ പാടുള്ളതുമല്ല. ഫോർത്ത് വൺ, സെക്ഷൻ 331 സബ് ക്ലോസ് 2 and 3 ഓഫ് ഭാരതീയ ന്യായ സംഹിത, അതായത് ലർക്കിംഗ് ഹൗസ് ട്രെസ്പാസും ഹൗസ് ബ്രേക്കിംഗ് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ബിഫോർ സൺറൈസ്. ഹൗസ് ട്രെസ്പാസും ഹൗസ് ബ്രേക്കിങ്ങുമാണ്.
വീട് കുത്തിത്തുറക്കുക അല്ലെങ്കിൽ വീട്ടിൽ അതിക്രമിച്ച് കയറുക, ഇതെല്ലാം സൺസെറ്റിനും ശേഷവും അല്ലെങ്കിൽ സൺസെറ്റിന് മുന്നേ ചെയ്യുന്നതും. ലർക്കിംഗ് ഹൗസ് ട്രെസ്പാസ് ഓർ ഹൗസ് ബ്രേക്കിംഗ് ഇൻ ഓർഡർ ടു കമ്മിറ്റ് എനി ഒഫൻസസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ്. ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്ന ഏതെങ്കിലും ഒരു ഒഫൻസ്, അത് ആ ഒഫൻസ് എന്ന് പറയുന്നത് ഒരു ഹൗസ് ബ്രേക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് ട്രെസ്പാസ് ആയിരിക്കാം, ലർക്കിംഗ് ഹൗസ് ട്രെസ്പാസ് ആയിരിക്കാം. അത്തരത്തിലൊരു ഇംപ്രിസൺമെൻറ്റ് അവാർഡ് കിട്ടുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താലും അത്തരം ഒഫൻസുകൾക്ക് സമ്മറി ട്രയലായിരിക്കും കൊടുക്കുക. നെക്സ്റ്റ് വൺ, ഇൻസൾട്ട് വിത്ത് ഇൻറ്റൻറ്റ് ടു പ്രൊവോക്ക് എ ബ്രീച്ച് ഓഫ് പീസ്. ഒരു ബ്രീച്ച് ഓഫ് പീസ് എങ്ങനെ ഉണ്ടാക്കുകയാണ്? ഒരാളെ പ്രൊവോക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയാളെ ഇൻസൾട്ട് ചെയ്ത് ആ ബ്രീച്ച് ഓഫ് പീസ് ഉണ്ടാക്കുക, സമാധാനം ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുക. നെക്സ്റ്റ് വൺ, അബറ്റ്മെൻറ്റ് ഓഫ് എനി എബോവ് മെൻഷൻഡ് ഒഫൻസുകൾ. മേളിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനായി പ്രേരിപ്പിക്കുകയാണെങ്കിലോ. നെക്സ്റ്റ് വൺ, attempt to commit any of the above mentioned offenses when such attempt itself is an offense. അറ്റംപ്റ്റ് ഒരു ഒഫൻസായിട്ടിരിക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുകയോ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ഒഫൻസുകൾക്കും സമ്മറി ട്രയൽ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, കംപ്ലൈൻറ്റ് അണ്ടർ സെക്ഷൻ 20 ഓഫ് കാറ്റൽ ട്രെസ്പാസ് ആക്ട്. കാറ്റൽ ട്രെസ്പാസ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 20 പ്രകാരമുള്ള ഒരു കംപ്ലൈൻ്റ് ആണെങ്കിലും അത്തരം കംപ്ലൈൻറ്റുകൾക്ക് സമ്മറി ട്രയലായിരിക്കും നമ്മൾ പ്രൊസീജിയറായിട്ട് കൊടുക്കുക. CRPCയിലെ സമ്മറി ട്രയലും BNSS വന്നപ്പോഴേക്കുള്ള സമ്മറി ട്രയലിലും ഉണ്ടായിരിക്കുന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Offense not punishable with death, imprisonment for life or imprisonment for a term exceeding 2 years can be tried summarily. ഇതായിരുന്നു CRPC പ്രകാരം ഉണ്ടായിരുന്ന മാനദണ്ഡം. BNSS ആയപ്പോഴേക്കും offenses not punishable with death, imprisonment for life, imprisonment for a term exceeding 3 years can be tried summarily എന്നായി മാറി. അതായത് നോട്ട് പണിഷബിൾ വിത്ത് ഡെത്ത് ഉള്ള ഒരു ഒഫൻസ്, ഡെത്ത് അവാർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഒഫൻസുകൾക്കോ, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ജീവപര്യന്തം കൊടുക്കാവുന്ന ഒരു ഒഫൻസുകൾക്കോ, അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം എക്സീഡിങ് 2 years 2 വർഷത്തിൽ കൂടുതൽ ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാവുന്ന ഒരു ഒഫൻസുകളോ സമ്മറി ട്രയൽ പ്രകാരം ട്രയൽ നടത്താൻ പാടുള്ളതല്ല. BNSS വന്നപ്പോഴേക്കും 2 years എന്നുള്ളത് 3 years ആയിട്ട് മാറി. 3 years വരെയുള്ള ഒഫൻസുകൾക്ക്, 3 yearsൽ കൂടുതൽ ഇംപ്രിസൺമെൻറ്റ് കിട്ടുന്ന ഒഫൻസുകൾക്ക് സമ്മറി ട്രയൽ പ്രകാരം ട്രയൽ നടത്താൻ പാടുള്ളതല്ല എന്നുള്ളത് വന്നു. സെക്കൻഡ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ആസ് പെർ ഓൾഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം വാല്യൂ ഓഫ് പ്രോപ്പർട്ടി, തെഫ്റ്റിൻ്റെ ആണെങ്കിലും സ്റ്റോളൻ പ്രോപ്പർട്ടിയുടെ ആണെങ്കിലും വാല്യൂ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 2000 rupees ആയിരുന്നു. BNSSലേക്ക് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഡസ് നോട്ട് എക്സീഡ് 20,000 rupees ആയി മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ CRPC ആൻഡ് BNSS ഇൻ ദ കേസ് ഓഫ് സമ്മറി ട്രയൽ. സമ്മറി ട്രയൽ ബൈ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്. സെക്ഷൻ 284 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. The High Court may confer upon any magistrate of the second class the power to try cases summarily. Such a magistrate may conduct a summary trial only for offences punishable with imprisonment for a term not exceeding 6 months with or without fine. സെക്ഷൻ 284 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമാണ് മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിന് സമ്മറി ട്രയൽ നടത്താനുള്ള സ്പെഷ്യൽ പവർ കൊടുത്തേക്കുന്നത്. അത്തരത്തിൽ ഒരു മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിന് സമ്മറി ട്രയൽ നടത്തുന്നത് only for offences punishable with imprisonment for a term not exceeding 6 months. 6 മാസത്തിൽ കൂടുതൽ
പണിഷ്മെൻറ്റ് കിട്ടാവുന്ന ഒഫൻസുകൾക്ക് ഒഴികെ ബാക്കി എല്ലാ ഒഫൻസുകൾക്കും മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിന് സമ്മറി ട്രയൽ നടത്താവുന്നതാണ്. ഒഫൻസസ് എക്സ്ക്ലൂഡഡ് ഫ്രം സമ്മറി ട്രയൽ. ഏതൊക്കെ ഒഫൻസുകളാണ് സമ്മറി ട്രയലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ദ ഫോളോയിങ് ഒഫൻസസ് കനോട്ട് ബി ട്രൈഡ് സമ്മറലി. ഒഫൻസസ് പണിഷബിൾ വിത്ത് ഡെത്ത്. ഡെത്ത് പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ഒഫൻസ് സമ്മറി ട്രയൽ നടത്താൻ പാടുള്ളതല്ല. ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. ജീവപര്യന്തം കിട്ടുന്ന ഒഫൻസുകളൊന്നും തന്നെ സമ്മറി ട്രയൽ നടത്താൻ പാടുള്ളതല്ല. ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം എക്സീഡിങ് 3 years. 3 വർഷത്തിൽ കൂടുതൽ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്ന ഒഫൻസുകളൊന്നും തന്നെ സമ്മറി ട്രയൽ പ്രകാരം ട്രയൽ നടത്താൻ പാടുള്ളതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെദർ ദ ഡിസിഷൻ ഓഫ് സമ്മറി ട്രയൽ ഈസ് അപ്പീലബിൾ ഓർ നോട്ട്. സമ്മറി ട്രയൽ പ്രകാരം വന്നേക്കുന്ന ഒരു ഡിസിഷൻ അപ്പീലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നോ. നോ അപ്പീൽ ഷാൽ ലൈ എഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് സമ്മറി ട്രയൽ. സമ്മറി ട്രയൽ പ്രകാരം വന്നേക്കുന്ന ഒരു ഡിസിഷൻ അപ്പീലബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ ട്രയൽ ഓഫ് സമ്മറി ട്രയൽ. സമ്മറി ട്രയലിൻ്റെ പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ സമ്മറി ട്രയൽ നടത്തുമ്പോൾ ഏത് പ്രൊസീജിയറാണ് ട്രയലിനായി ഫോളോ ചെയ്യുന്നത്? ആൻസർ ഈസ് ട്രയൽ ഓഫ് സമൻസ് കേസസ്. സമൻസ് കേസസ് എങ്ങനെയാണോ ട്രയൽ നടത്തുന്നത് അപ്രകാരമാണ് സമ്മറി ട്രയലും നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം സെൻറ്റൻസ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് ദാറ്റ് ക്യാൻ ബി പാസ്ഡ് ഓൺ എനി കൺവിക്റ്റ് അണ്ടർ ദിസ് ട്രയൽ? ആൻസർ ഈസ് 3 months. സമ്മറി ട്രയൽ പ്രകാരം ട്രയൽ നടത്തിയിരിക്കുന്ന ഒരു ഒഫൻസിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന സെൻറ്റൻസ്, ശിക്ഷ എത്രയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസറാണ് 3 months. 3 months വരെയാണ് മാക്സിമം കൊടുക്കാവുന്ന സെൻറ്റൻസ്. ഒരു സമ്മറി ട്രയൽ കേസ് നടത്തുമ്പോൾ ജഡ്ജ്മെൻറ്റ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സബ്സ്റ്റൻസസ് ഓഫ് എവിഡൻസ്, ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീസൺ ഫോർ ദ ഫൈൻഡിങ് ഷാൾ ബി റിട്ടൺ ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോർട്ട് സൈൻഡ് ബൈ ദ മജിസ്ട്രേറ്റ്. ഫസ്റ്റ് വൺ സബ്സ്റ്റൻസസ് ഓഫ് എവിഡൻസ് ആണ്. എവിഡൻസിൻ്റെ സബ്സ്റ്റൻസസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡ് വൺ ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീസൺ ഫോർ ഫൈൻഡിങ്. കോടതി ഫൈൻഡ് ചെയ്തിരിക്കുന്ന റീസൺസ് ബ്രീഫായിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. കോടതിയുടെ ലാംഗ്വേജിലായിരിക്കണം ജഡ്ജ്മെൻ്റ് എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത്. അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റ് മജിസ്ട്രേറ്റ് സൈൻ ചെയ്തിരിക്കുകയും വേണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ചുള്ള ലെക്ചർ സീരീസ് നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ലോ കോസ്റ്റ്.